കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ അതിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇപ്പോൾ അദ്ദേഹം വിജയിച്ച MLA ആയി. അന്ന് വീട്ടിലേക്ക് വരേണ്ട എന്നാണ് അങ്ങ് പറഞ്ഞതെന്നാണ് ഞാൻ ഓർക്കുന്നത്. കുട്ടി സതീശൻ എന്നാണ് P. സരിൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വിശേഷിപ്പിച്ചത്. അന്നല്ല വരണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും എന്നെ കാണുന്നതിനകത്തോ ഞാൻ വഴി നിശ്ചയിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരാണ് എൻ്റെ വീട്ടിൽ വരരുതെന്ന് നിഷേധിക്കപ്പെട്ടു. സുധീരൻ KPCC പ്രസിഡന്റായിരിക്കുന്ന കാലത്താണ് കോൺഗ്രസ് നേതാക്കന്മാർ എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് വിലക്ക് നടത്തിയത് അവരാണ്. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് വരരുതെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല. കോൺഗ്രസ്സുകാർ എന്നെ അതായത് SNDP ജനറൽ സെക്രട്ടറി കേസിൽ കുടുക്കിക്കൊണ്ട് എന്നെ അകത്താക്കാൻ ശ്രമിച്ചതും സുധീരനാണ്. അതിന് പെറ്റീഷൻ കൊടുത്തതും സുധീരനാണ്. KPCC പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാൻ ആലുവായി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ. പക്ഷെ അതിൽ ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, സത്യസന്ധമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാദഗതിയെ തള്ളിയാണ് ചെയ്തത്. അപ്പോൾ പോലും ഞാൻ ആർക്കും എതിരല്ല. ഞാൻ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ വ്യക്തിഹത്യ നടത്തുവാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഒരുപാട് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ആലപ്പുഴ DCC പ്രസിഡന്റിന്റെ ജോലി ദിവസവും എന്നെ തെറി പറയായിരുന്നു ജോലി. അപ്പോൾ ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ട് പോലും അന്ന് ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടാണെങ്കിലും വിലക്ക് ഉണ്ടായിട്ട് പോലും അന്ന് എന്നെ വരുന്ന രണ്ട് നേതാക്കന്മാരായിരുന്നു വക്കം പുരുഷോത്തനും അതുപോലെ ഇന്നത്തെ KPCC പ്രസിഡന്റും. അന്ന് KPCC പ്രസിഡന്റ് ആയിട്ടില്ല. അവർ വരുന്നത് ഞാൻ നിശ്ചയിച്ചിട്ടില്ല. ആര് വരുന്നത് നിശ്ചയിച്ചു. പിന്നെ ഇദ്ദേഹം വരുന്നത് നിശ്ചയിച്ചത് ഞാൻ ശങ്കറിന്റെ അതായത് November 7th വേണ്ടിയിട്ട് ഇവിടുന്ന് 6ാം തീയതി പുറപ്പെട്ട് കരുനാഗപ്പള്ളി ചെന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത് കാണണമെന്ന്. ഞാൻ വീട്ടിൽ നിന്ന് പോയ ആൾ കാണണമെന്ന് പറഞ്ഞാൽ എവിടെ വെച്ച് കാണാനാണ്? എവിടെയെങ്കിലും വെച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞു, വഴിക്ക് വെച്ച്. ഞാൻ പറയാൻ സാധിക്കില്ല, കാരണം ഞാൻ നല്ല തിരക്കിലാണ്. പോണ പാട്ടിൽ എനിക്ക് വല്ല പരിപാടികളുണ്ട്, അതുകൊണ്ട് വഴിക്ക് വെച്ച് കാണാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് കാണാൻ നിവൃത്തിയില്ല എന്നാണ് പറഞ്ഞത്. അന്നും ഈ പറയുന്ന സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങേണ്ട കാര്യമില്ല എന്ന് VD സതീശന്റെ പരാമർശം അന്നും നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അങ്ങയുടെ ഒരു പിന്തുണ, അത് പാലക്കാട്ട് വേണം, പാലക്കാട്ട് വോട്ട് കിട്ടാൻ വേണം എന്ന് തോന്നിയിട്ടായിരിക്കാം വരാമെന്ന് വെച്ചത്. അതെ, വരികല്ലെന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ വരണമെന്ന് പറഞ്ഞ് നടന്നത്. മാത്രമല്ല ഞാനൊരു അഹങ്കാരം പറയുന്നില്ല. ആർക്ക് വേണമെങ്കിൽ എടുക്ക് വരാം, എന്നോട് സംസാരിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ള ഞാൻ പറയും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ ആളുകൾ എന്നോട് ഒരു അപ്പോയിന്റ്മെന്റ് നേരത്തെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരാൻ പാടില്ല. ബാക്കി എല്ലാ നേതാക്കന്മാരും എന്നെ നേരത്തെ വിളിച്ചിട്ട് എന്നുണ്ടാകും എന്ന് ചോദിച്ചിട്ടാണ്. കഴിഞ്ഞ KPCC പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അവരെല്ലാം വളരെ മാന്യമായിട്ട് നേരത്തെ തന്നെ എന്നെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് വന്നത്. ഇദ്ദേഹം വഴിക്ക് വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ എന്ത് മര്യാദയാണ് കുഞ്ഞെ? അത് എന്തൊരു സംസ്കാരമാണ്. ഇപ്പോ കോൺഗ്രസിൽ ഇപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ പെരുമാറുന്ന നേതാക്കളുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ വക്കം പുരുഷോത്തമനൊക്കെ എപ്പോഴും വളരെ പക്വമായും മാന്യമായും ഇടപെടുന്ന ആളുകളാണ്, എല്ലാവരുമായും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാൽ താങ്കൾ പറഞ്ഞതുപോലെ VD സതീശന് അങ്ങനെയുള്ള ഒരു സമീപനമല്ല ഉള്ളത് എന്ന് താങ്കളുടെ ഒരു വ്യക്തിപരമായ അനുഭവമായി താങ്കൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണോ താങ്കളുടെ പിന്തുണ, അതോ കോൺഗ്രസിന് SNDPയുടെ പിന്തുണയുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്കോ കോൺഗ്രസിനോ എൻ്റെ യാതൊരു പിന്തുണയില്ല. കാരണം ഓരോരുത്തരും താരതമ്യപ്പെടുത്തി നിങ്ങൾ അഭിപ്രായം ചോദിച്ചു. VD സതീശനെ പറ്റിയും രമേശ് ചെന്നിത്തലയെ പറ്റിയും താരതമ്യ പഠനം നടത്തി നിങ്ങൾ ചോദിച്ചപ്പോൾ ഇവരെല്ലാം നല്ലപോലെ അറിയാവുന്ന ആളെന്ന നിലയിലും VD സതീശനായിട്ട് നല്ല ബന്ധത്തിൽ പറവൂർ എത്രയോ വേദികളിൽ പങ്കിട്ടുള്ള ആളാണ് ഞാൻ. അദ്ദേഹം നേതാവായപ്പോൾ സ്വരം മാറി, രീതി മാറി, ഭാവം മാറി, അങ്ങനെ വന്നപ്പോൾ ഞാനങ്ങ് വിട്ട്. രമേശിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേർക്ക് പദവി ഉണ്ടായിരുന്ന കാലത്താണെങ്കിലും പദവി ഇല്ലായിരുന്ന കാലത്താണെങ്കിലും അദ്ദേഹം ഒരു വിനയമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ്. ഒരിക്കലും അഹങ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കാറില്ല. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചങ്ങനാശ്ശേരി എന്ന് 11 കൊല്ലം മാറ്റി നിർത്തിയെന്ന് പറയുമ്പോൾ പോലും ഞങ്ങളാരും അറിയണത് ഇപ്പോഴാണ്. ആ 11 കൊല്ലം മാറ്റി നിർത്തിയിട്ട് പോലും ചങ്ങനാശ്ശേരിയെ തള്ളിയോ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യമോ രമേശ് പറഞ്ഞിട്ടുണ്ടോ? അതാണ് രമേശിന്റെ ഗുണം. ഇദ്ദേഹമാണെങ്കിൽ എത്ര പ്രാവശ്യം ചീത്ത പറഞ്ഞു നടന്നേനെ. ഈ 11 കൊല്ലം ക്ഷമയോടുകൂടി കാത്തു നിന്ന ആ രമേശനെ ഇന്ന് മിസ്റ്റർ സുകുമാരൻ നായർ വിളിക്കുവാനുള്ള മനസ്സ് വന്നുവെങ്കിൽ ആ രമേശിന്റെ മാന്യതയും മര്യാദയും വിനീത വിധേയത്വവും ഒരെങ്കിൽ അവര് അണ്ണനും തമ്പിയാണ്. ഈ അണ്ണനും തമ്പിയും മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് ചങ്ങനാശ്ശേരിക്കാർക്ക് കൂടെ തോന്നിയത് കൊണ്ട് പിന്നെ രമേശിന്റെ ഈ 11 കൊല്ലത്തെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ
അവർ വിളിച്ചുവെങ്കിൽ അത് നല്ല കാര്യമല്ലേ, തീർച്ചയായും വിളിച്ചു പോകേണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന ഒരു നേതാവിന് മാത്രമായിരിക്കില്ലേ മത സാമുദായിക സംഘടനകളെയൊക്കെ ഒന്നിപ്പിക്കാൻ കഴിയുക? കാരണം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. ഉമ്മൻചാണ്ടി എല്ലാവരെയും ചേർത്ത് നിർത്താൻ ലീഗുമായിട്ടൊക്കെ വലിയ അടുപ്പമാണ്. രമേശ് ചെന്നിത്തലയ്ക്കായാലും സമാനമായ രീതിയിലാണ്. ലീഗിന് കൂടുതൽ താല്പര്യം രമേശ് ചെന്നിത്തലയാണ് എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ മത സാമുദായിക സംഘടനകളെയും ബഹുമാനത്തോടെ ഒന്നിച്ചു ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക നിലവിൽ കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയ്ക്കല്ലേ? അത് ശരിയാണ്, സഹോദരി പറഞ്ഞ ശരിയായി. കാരണം ഒരു നേതൃഗുണമുണ്ട്. എല്ലാവരോടും, ശത്രുത്വനോടും മിത്രങ്ങളോടും അവിടെ മാന്യമായി പെരുമാറി നല്ല മെയ്വഴക്കത്തോടുകൂടി എല്ലാ സമുദായ നേതാക്കന്മാരെ കാണാനും പറയാനുമുള്ള ഒരു മെയ്വഴക്കമുള്ള നേതാവെന്ന നിലയിൽ ഇന്ന് കോൺഗ്രസിലുള്ളത് രമേശ് ചെന്നിത്തല മാത്രമാണ്. ബാക്കി ഓരോരുത്തരും അവരുടേതായ രീതിയും ഭാവവും പറഞ്ഞ് വിദ്വേഷം വിലക്ക് മേടിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആരുടെ ഒരു വിദ്വേഷം വിലക്ക് മേടിക്കാതെ വളരെ ഒരു നേതൃഗുണം, അനുയായികളെ സൃഷ്ടിക്കുന്നവനാണല്ലോ നേതാവ്. കോൺഗ്രസിലെ അനുയായി അല്ല കൂടുതൽ സൃഷ്ടിച്ചിട്ടില്ല എങ്കിൽ പോലും സമൂഹത്തിനടുത്തും മറ്റ് സമുദായങ്ങളടക്കം ഏറെ മതിപ്പ് നേടുവാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ആ മതിപ്പൊന്നും ഈ വി.ഡി. സതീശന് ഇല്ല. വല്ല തറ പ്രസംഗം നടത്താനും തറപറ പറയാനും ആരോടും കൈ ചൂണ്ടിച്ചുകൊണ്ട് തന്തയുടെ പ്രായമുള്ളവനെ നമുക്ക് കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ധിക്കാരമായി പറയാനുമുള്ള ഒരു ആർജവമുള്ളൊരു നേതാവ് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഒരു നേതൃഗുണത്തോടുകൂടി ഒരു പ്രസ്ഥാനത്തെ, കോൺഗ്രസിനെ നയിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുള്ളൊരു നേതാവായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ഗ്രൂപ്പിന്റെ നേതാവായിട്ട് കൊള്ളാം, അല്ലാതെ പാർട്ടിയുടെ നേതാവായിട്ട് വളരാനുള്ള അല്ലെങ്കിൽ വളർത്താനുള്ള മെയ്വഴക്കമോ സ്വഭാവശുദ്ധിയോ അദ്ദേഹത്തിന് അശേഷമില്ല.